പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 11ാം ക്ലാസ് അക്കൗണ്ടൻസിയിലെ 8ാമത്തെ പാഠം ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബില്ലുകളുടെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് എന്ന പാഠഭാഗമാണ് വിശദമായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ എന്നിവ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി ബിൽസ് റിസീവബിൾ എന്താണെന്ന് നോക്കാം. ഡ്രോയറെ സംബന്ധിച്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബിൽസ് റിസീവബിൾ ആയിരിക്കും. ഒരു അസറ്റായിട്ടാണ് ബിൽസ് റിസീവബിളിനെ കണക്കാക്കേണ്ടത്. എന്നാൽ ഒരു ഡ്രോയിയുടെ ബുക്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ബുക്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബിൽസ് പേയബിൾ ആണ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി ടു ദ ബിസിനസ്. ബിൽസ് റിസീവബിൾ ഒരു അസറ്റാണ്, എന്നാൽ ബിൽസ് പേയബിൾ ആണ് ലയബിലിറ്റി. ബില്ല് കൈവശമുള്ള ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബില്ലിന്റെ ഹോൾഡറെ സംബന്ധിച്ച് ഒരു ബില്ല് 4 രീതിയിൽ കൈകാര്യം ചെയ്യാവുന്നതാണ്. ഒന്നാമതായി, ബിൽസ് ക്യാൻ ബി റീറ്റെയിൻഡ് ടിൽ ദ ഡേറ്റ് ഓഫ് മച്യൂരിറ്റി. ബില്ലിന്റെ മച്യൂരിറ്റി ഡേറ്റ് വരെ ബില്ല് കൈവശം സൂക്ഷിക്കാവുന്നതാണ്. രണ്ടാമതായി, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യൽ. ബിൽ ക്യാൻ ബി ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക്. And thirdly, bill can be endorsed in favor of a creditor. ഒരു ക്രെഡിറ്റർക്ക് ബില്ല് കൈമാറി നൽകാവുന്നതാണ്. നാലാമതായി, ബിൽ ക്യാൻ ബി സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ. കളക്ഷന് വേണ്ടി ബില്ലുകൾ ബാങ്കിനെ ഏൽപ്പിക്കൽ. ഇങ്ങനെ 4 തരത്തിൽ ഒരു ബില്ല് കൈകാര്യം ചെയ്യാവുന്നതാണ്. ആദ്യമായി, ബില്ല് ഡ്യൂ ഡേറ്റ് വരെ അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഓഫ് മച്യൂരിറ്റി വരെ ഡ്രോയർ കൈവശം സൂക്ഷിക്കുന്ന രീതി. ഈ സാഹചര്യത്തിൽ ഡ്രോയറുടെ ബുക്കിൽ എന്തൊക്കെ ജേർണൽ എൻട്രീസ് ആണ് എഴുതേണ്ടി വരിക? ബിൽ അക്സെപ്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അറ്റഡ് ടു ഡ്രോയീസ് അക്കൗണ്ട് എന്നുള്ള എൻട്രി ഉപയോഗിച്ച് ഇതിനെ ജേർണൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റാണ്, അതുകൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഡ്രോയി അവിടെ ഡെപ്റ്റർ ആയിരുന്നു, എന്നാൽ ബില്ല് തന്നപ്പോൾ ഡെപ്റ്റർ എന്നുള്ള അത് ക്യാൻസലാക്കി ഡ്രോയിയുടെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതായത് ഡെപ്റ്ററെ ബില്ല് തന്നതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്ത് കണക്കിൽ നിന്ന് ഒഴിവാക്കുന്നു. അതിൻ്റെ ഡേറ്റ് ഓഫ് മച്യൂരിറ്റിയിൽ ബില്ലിൻ്റെ പണം ലഭിക്കുമ്പോൾ എഴുതേണ്ട എൻട്രി ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. അവിടെ ഡ്രോയി പണം തരുന്നു, അതുകൊണ്ട് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ബില്ല് ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡ്യൂ ഡേറ്റ് വരെ ബില്ല് കൈവശം സൂക്ഷിക്കുന്ന ഡ്രോയർ എഴുതേണ്ട 2 ജേർണൽ എൻട്രീസ് ആണ് ഇവിടെ നമ്മൾ പ്രതിപാദിച്ചത്. എന്നാൽ ഡ്രോയിയുടെ ബുക്കിൽ എന്തൊക്കെയാണ് ജേർണൽ എൻട്രീസ് എഴുതേണ്ടി വരിക? ബിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡ്രോയേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്നുള്ള എൻട്രിയിലൂടെ അത് ജേർണലിൽ രേഖപ്പെടുത്തുന്നു. ഡ്രോയെ സംബന്ധിച്ച് ഇവിടെ ഡ്രോയർ ക്രെഡിറ്റർ ആയിരുന്നു, ബിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അവിടെ ആ ക്രെഡിറ്ററെ ഡെബിറ്റ് ചെയ്ത് ഒഴിവാക്കുന്നു. അതുകൊണ്ടാണ് ഡ്രോയറുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ബിൽസ് പേയബിൾ ലയബിലിറ്റി ആയതുകൊണ്ടാണ് ബിൽസ് പേയബിളിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്യൂ ഡേറ്റിൽ ബില്ലിന്റെ പണം നൽകുമ്പോൾ ഡ്രോയി തന്റെ ബുക്കിൽ എഴുതേണ്ടത് ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ബിൽസ് പേയബിൾ എന്നുള്ള ലയബിലിറ്റി
സെറ്റിൽ ചെയ്യുന്നു. അതുകൊണ്ട് ബിൽസ് പേയബിൾ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. പണം നൽകുന്നതിനാൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ 2 ജേണൽ എൻട്രീസ് ആണ് ഡ്രോയിയുടെ ബുക്കിൽ എഴുതേണ്ടി വരിക. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വിശദമായിട്ട് ഈ ജേണൽ എൻട്രീസ് കാണാം. അജിത് സോൾഡ് ഗുഡ്സ് ഫോർ ₹50,000 to Prasad on credit on January 1, 2020. Ajit drew a bill of exchange upon Prasad for the same amount for 3 months. Prasad accepted the bill and returned it to Ajit. Prasad met his acceptance on maturity. അജിത്ത് എന്ന് പറയുന്ന സെല്ലർ പ്രസാദ് എന്ന് പറയുന്ന ബയർക്ക് 50,000 രൂപയുടെ സാധനങ്ങൾ ജനുവരി 1 കടത്തിൽ വിൽക്കുന്നു. ഈ സാധനങ്ങളുടെ വിലയ്ക്ക് തുല്യമായ ഒരു ബില്ല്, 3 മാസ കാലാവധിയുള്ള ബില്ല് അതേ ഡേറ്റിൽ അജിത്ത് തയ്യാറാക്കി പ്രസാദിന് നൽകുകയും പ്രസാദ് അത് അക്സെപ്റ്റ് ചെയ്ത് അജിത്തിന് തിരികെ നൽകുകയും ചെയ്യുന്നു. ഡ്യൂ ഡേറ്റിൽ പ്രസാദ് ബില്ലിന്റെ പണം നൽകുന്നതാണ് ഇവിടെ നൽകിയിരിക്കുന്ന കേസ്. റെക്കോർഡ് ദ നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് അജിത് ആൻഡ് പ്രസാദ്. ഇവിടെ അജിത്ത് എന്ന് പറയുന്ന ഡ്രോയർ ആണ്, പ്രസാദ് ഡ്രോയി ആണ്. രണ്ടാളുടെയും ബുക്കിൽ ആവശ്യമുള്ള ജേണൽ എൻട്രീസ് എഴുതാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അസ്യൂമിംഗ് ദാറ്റ് അജിത്ത് റീറ്റെയിൻഡ് ദ ബിൽ ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ആൻഡ് കളക്റ്റഡ് ദ എമൗണ്ട് ഡയറക്ട്ലി. ഡ്യൂ ഡേറ്റ് വരെ ഡ്രോയർ ബില്ല് കൈവശം സൂക്ഷിച്ച് ബില്ലിന്റെ പണം ഡ്യൂ ഡേറ്റിൽ ഡ്രോയിയുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന എക്സാമ്പിളാണിത്. ആദ്യമായി ഡ്രോയർ ആയിട്ടുള്ള അജിത്തിന്റെ ജേണലിൽ എന്തൊക്കെയാണ് എൻട്രീസ് നൽകേണ്ടി വരുമെന്ന് നോക്കാം. 1/1/2020 സാധനങ്ങൾ കടത്തിൽ വിൽക്കുന്നതിന്റെ എൻട്രിയാണ് ആദ്യമായിട്ട് നൽകേണ്ടത്. Prasad account added to sales account ₹50,000. This is the entry for credit sales. On the same date, a bill was obtained by Ajit, so the second journal entry will be for receiving the accepted bill. Bills receivable account added to Prasad's account ₹50,000. Acceptance received on the bill. And the third journal entry is on the due date. It is a bill for 3 months. So 3 months plus 3 days of grace will give 4/4/2020. 4/4/2020 ബില്ലിന്റെ ഡ്യൂ ഡേറ്റ്. ആ ഡേറ്റിൽ ബില്ല് ഓണർ ചെയ്യപ്പെടുന്നു. ബില്ലിന്റെ പണം ലഭിക്കുന്നതിനാൽ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്നുള്ള ജേണൽ എൻട്രിയാണ് ഇവിടെ പാസ് ചെയ്യേണ്ടത്. ബിൽ ഡ്യൂലി മെറ്റ് ഓൺ മച്യൂരിറ്റി. ഡ്രോയർ ആയിട്ടുള്ള അജിത്തിന്റെ ബുക്കിൽ എഴുതിയിരിക്കുന്ന ജേണൽ എൻട്രീസ് ആണ് നമ്മൾ കണ്ടത്. അതേപോലെ ഡ്രോയി ആയിട്ടുള്ള പ്രസാദിന്റെ ബുക്കിൽ എന്തൊക്കെ ജേണൽ എൻട്രീസ് എഴുതണമെന്ന് നോക്കാം. ക്രെഡിറ്റ് പർച്ചേസിന്റെ എൻട്രിയാണ് ആദ്യമായിട്ട് എഴുതേണ്ടത്. പർച്ചേസസ് അക്കൗണ്ട് അറ്റഡ് ടു അജിത്സ് അക്കൗണ്ട്. അജിത്തിന് സാധനങ്ങൾ 50,000 രൂപയുടെ സാധനങ്ങൾ കടത്തിൽ വിൽക്കുന്നു. അതേ ഡേറ്റിൽ തന്നെ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ജേണൽ എൻട്രി അജിത്സ് അക്കൗണ്ട് അറ്റഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ബില്ല് അക്സെപ്റ്റഡ് ആൻഡ് റിട്ടേൺഡ് ടു ദ ഡ്രോയർ. ബില്ലിന്റെ ഡ്യൂ ഡേറ്റിൽ പണം നൽകുന്നതിന്റെ എൻട്രിയാണ് മൂന്നാമതായിട്ട് വേണ്ടത്. 4/4/2020 ബില്ലിന്റെ പണം നൽകുന്നത്. സോ ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ബില്ലിന്റെ പണം 50,000 രൂപ ഡ്യൂ ഡേറ്റിൽ നൽകുന്നതിന്റെ ജേണൽ എൻട്രിയാണിത്. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ 50,000 ടു ബാങ്ക് അക്കൗണ്ട് ₹50,000. രണ്ടാമത്തെ കേസിലേക്ക് നമ്മൾ കിടക്കാം. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് വിത്ത് ബാങ്ക്. ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു. ബില്ലിന്റെ കൈവശക്കാരന് പണം ഉടൻ തന്നെ ആവശ്യമുണ്ടെങ്കിൽ
അവ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യാവുന്നതാണ്. So if the holder of the bill needs funds, he can approach the bank for encashment of the bill before the due date. The bank shall make the payment of the bill after deducting some interest called discount. എന്നാൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ഹോൾഡർക്ക് മുഴുവൻ തുകയും ലഭിക്കില്ല. മുൻകൂട്ടി പണം നൽകുന്നത് കൊണ്ട് ഒരു പലിശ ഇനത്തിൽ, അതിനാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, ആ തുക കിഴിവ് വരുത്തിയതിനു ശേഷം മാത്രമേ ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്യുന്ന ആൾക്ക് പണം നൽകുന്നുള്ളൂ. The process of encashing bill with the bank is called discounting of bill. ഇത്തരത്തിൽ ഒരു ബില്ലിന്റെ ഡ്യൂ ഡേറ്റിന് മുന്നേ ബാങ്കിൽ കൊണ്ടുപോയി ബില്ല് എൻക്യാഷ് ചെയ്യുന്നതിനാണ് ഡിസ്കൗണ്ടിങ് എന്ന് വിശേഷിപ്പിക്കുന്നത്. The bank gets the amount from the drawee on the due date. ഇവിടെ ബില്ലിന്റെ ഹോൾഡർക്ക് മുൻകൂട്ടി പണം ലഭിക്കുന്നു, എന്നാൽ ബാങ്കിന് ഡ്യൂ ഡേറ്റിൽ മാത്രമാണ് ഡ്രോയിയുടെ അല്ലെങ്കിൽ അക്സെപ്റ്റർ കയ്യിൽ നിന്നും പണം ലഭിക്കുന്നത്. ബില്ലുകളുടെ ഡിസ്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡ്രോയറുടെ ബുക്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് എഴുതേണ്ട ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്നുള്ളതാണ്. ബാങ്കിൽ നിന്ന് മുൻകൂട്ടി പണം ലഭിക്കുന്നതിനാൽ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഡിസ്കൗണ്ട് ഒരു ചെലവായതിനാൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിനെയും ഡെബിറ്റ് ചെയ്യുന്നു. ബില്ല് ബാങ്കിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനാൽ ക്യാൻസൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ ബാങ്കിലേക്കാണ് പണം ലഭിക്കുന്നത്, ഡ്രോയർക്ക് പണം ലഭിക്കുന്നില്ല. അതിനാൽ പ്രത്യേക ജേർണൽ എൻട്രീസ് ഡ്യൂ ഡേറ്റിൽ എഴുതേണ്ടതില്ല. ഡ്രോയുടെ ബുക്കിൽ ഡിസ്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ജേർണൽ എൻട്രീസ് ആണ് എഴുതേണ്ടി വരിക? ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡ്രോയുടെ ബുക്കിൽ പ്രത്യേക ജേർണൽ എൻട്രി ഒന്നും എഴുതേണ്ടതില്ല. ബില്ല് ഡിസ്കൗണ്ടിങ് ഡ്രോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഡ്യൂ ഡേറ്റിൽ ബില്ലിന്റെ പണം ബാങ്കിലേക്ക് നൽകുന്നതിനാൽ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ ഡ്രോയി തന്റെ ബുക്കിൽ എഴുതേണ്ടത് ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ള എൻട്രിയാണ്. ഇവിടെ ബിൽസ് പേയബിൾ ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് ബാങ്കിലേക്ക് പണം നൽകുന്നതായിട്ടുള്ള ജേർണൽ എൻട്രിയാണിത്. ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. സുഗു സോൾഡ് ഗുഡ്സ് ഫോർ ₹60,000 to Shivi on credit on January 1, 2020. Sugu draws a bill of exchange upon Shivi for 2 months. ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് സുഗു 60,000 രൂപയുടെ സാധനങ്ങൾ ഷിവിക്ക് നൽകുന്നു. അതേ ഡേറ്റിൽ തന്നെ, അതായത് ജനുവരി 1, 2020 തന്നെ ഷിവി 2 മാസ കാലാവധിയുള്ള ബില്ല് അക്സെപ്റ്റ് ചെയ്ത് തിരികെ നൽകുന്നു. ഷിവി അക്സെപ്റ്റഡ് ദ ബിൽ ആൻഡ് റിട്ടേൺഡ് ഇറ്റ് ടു സുഗു. On January 4, 2020, Sugu discounted the bill with his bank at 10% per annum. Shivi met his acceptance on maturity. പണത്തിന് പെട്ടെന്ന് ആവശ്യം വന്നതുകൊണ്ട് ജനുവരി 4 സുഗു തന്റെ ബാങ്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നു. 10% റേറ്റ് ആണ് ഡിസ്കൗണ്ട്. ഡ്യൂ ഡേറ്റിൽ ഷിവി കൃത്യമായിട്ട് ബാങ്കിൽ പണം നൽകുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രോയുടെയും ബുക്കിൽ ആവശ്യമുള്ള ജേർണൽ എൻട്രീസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജേർണലിൽ ശ്രദ്ധിക്കുക, സുഗുവിന്റെ ബുക്കിൽ, ഇവിടെ സുഗു ഡ്രോയറാണ് ബില്ലിന്റെ, സുഗുവിന്റെ ജേർണലിൽ എന്തൊക്കെ എൻട്രീസ് ആണ് എഴുതേണ്ടി വരിക? ആദ്യമായി ക്രെഡിറ്റ് സെയിൽസിന്റെ ജേർണൽ എൻട്രി രേഖപ്പെടുത്തുക. ഷിവീസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് 60,000. അതേ ഡേറ്റിൽ തന്നെ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷിവീസ് അക്കൗണ്ട് 60,000. ബിൽ അക്സെപ്റ്റ് ചെയ്ത് ലഭിക്കുന്നു. മൂന്നാമതായി ഡ്യൂ ഡേറ്റിൽ മുന്നായിട്ട് പണം ആവശ്യമായിട്ട് വരുന്നു സുഗുവിന്. 4/1/2020 ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എഴുതേണ്ട എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പണം
59,000 രൂപയാണ്. 1000 രൂപ ഇവിടെ ഡിസ്കൗണ്ട് ആണ്. ആ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. 60,000 രൂപയുടെ ബില്ലാണ്. 10% ഡിസ്കൗണ്ട് റേറ്റ്. 2 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്ന നിലയിലാണ് ഇവിടെ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം 4/1/2020 ഡിസ്കൗണ്ട് ചെയ്യുന്നത്. 2 മാസം ബില്ലിന് കാലാവധി ഇനിയുമുണ്ട്. അതുകൊണ്ട് 2 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്ന നിലയിലാണ് 10% ഡിസ്കൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 1000 രൂപ. ഡ്രോയി ആയിട്ടുള്ള ഷിവിയുടെ ബുക്കിൽ എന്തൊക്കെ ജേർണൽ എൻട്രീസ് ആണ് എഴുതേണ്ടത്? ആദ്യമായി ക്രെഡിറ്റ് പർച്ചേസിന്റെ ജേർണൽ എൻട്രി എഴുതുന്നു. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റഡ് ടു സുഗൂസ് അക്കൗണ്ട് 60,000 ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിരിക്കുന്നു. അതേ ഡേറ്റിൽ തന്നെ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സുഗൂസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് 60,000 ബില്ലിൽ അക്സെപ്റ്റൻസ് നൽകുന്നു. ഡ്യൂ ഡേറ്റിൽ ബില്ലിന്റെ പണം നൽകുന്ന എൻട്രിയാണ്. 4/3/2020 ആണ് ഡ്യൂ ഡേറ്റ്. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് 60,000 ബില്ല് ക്യാൻസൽ ചെയ്തുകൊണ്ട് ബില്ലിന്റെ പണം നൽകുന്നു. Then third case is endorsement of bills. ബില്ലുകളുടെ കൈമാറ്റമാണ്. ബില്ല് ഒരു ക്രെഡിറ്റർക്ക് വേണമെങ്കിൽ കൈമാറി നൽകാവുന്നതാണ്. രേഖപ്പെടുത്തിയുള്ള കൈമാറ്റത്തിനാണ് എൻഡോഴ്സ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. The act of signing and transferring the bill is called endorsement. ഒരു ബില്ലിന്റെ പുറകുവശത്ത് ഒപ്പിട്ടുകൊണ്ട് അത് മറ്റൊരാൾക്ക് കൈമാറി നൽകുന്നതിനാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. Endorsement is made on the back of the instrument with or without the name of the transferee. കൈമാറി നൽകുന്നയാളുടെ പേര് സൂചിപ്പിച്ചുകൊണ്ടോ അല്ലാതെയോ ബില്ലിന്റെ പുറകുവശത്താണ് എൻഡോഴ്സ്മെന്റ് നിർവഹിക്കുന്നത്. The transferor is called the endorser. ഇവിടെ കൈമാറി നൽകുന്ന വ്യക്തി എൻഡോഴ്സർ എന്ന് വിളിക്കുന്നു. And the transferee is called the endorsee. ആർക്കാണോ കൈമാറി ലഭിക്കുന്നത് അയാളെയാണ് എൻഡോഴ്സി എന്ന് വിശേഷിപ്പിക്കുന്നത്. A bill can be initially endorsed by the drawer. ആദ്യമായി ഒരു ബിൽ എൻഡോഴ്സ് ചെയ്യുന്നത് ആ ബില്ലിന്റെ ഡ്രോയർ ആണ്. ബിൽസ് ക്യാൻ ബി എൻഡോഴ്സ്ഡ് എനി നമ്പർ ഓഫ് ടൈം ബിഫോർ ഇറ്റ്സ് മെച്യൂരിറ്റി. ഒരു ബില്ല് എത്ര പ്രാവശ്യം വേണമെങ്കിലും കൈമാറാവുന്നതാണ്. അതിന്റെ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിക്ക് മുൻപിലായിരിക്കണം എൻഡോഴ്സ്മെന്റ് എന്ന് മാത്രം. എൻഡോഴ്സ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ഡ്രോയറുടെ ബുക്കില് ബില്ല് എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് പണം നൽകാനുള്ള വ്യക്തിക്ക് പകരമായിട്ട് ബില്ല് കൈമാറി നൽകുമ്പോൾ എഴുതേണ്ട ജേർണൽ എൻട്രി എൻഡോഴ്സീസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഇവിടെ എൻഡോഴ്സി എന്നുള്ള ക്രെഡിറ്റർക്ക് ബില്ല് നൽകുന്നതിലൂടെ അയാളുടെ അക്കൗണ്ട് സെറ്റിൽമെന്റ് നടത്തുന്നു. അതുകൊണ്ടാണ് ഇവിടെ എൻഡോഴ്സിയുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നത്. ബില്ല് കൈമാറി നൽകുന്നതിനാൽ ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ ജേർണൽ എൻട്രി ഒന്നും തന്നെ ഡ്രോയർ എഴുതേണ്ടതില്ല. കാരണം ഡ്യൂ ഡേറ്റിൽ എൻഡോഴ്സി ബില്ല് സബ്മിറ്റ് ചെയ്ത് ബില്ലിന്റെ പണം ഡ്രോയിൽ നിന്നും കൈപ്പറ്റുന്നതാണ്. അതുകൊണ്ട് ഡ്യൂ ഡേറ്റിൽ അല്ലെ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ ഡ്രോയറുടെ ബുക്കിൽ ജേർണൽ എൻട്രി ഒന്നും എഴുതേണ്ടതില്ല. ഡ്രോയിയുടെ ബുക്കിൽ എന്തൊക്കെ ജേർണൽ എൻട്രീസ് ആണ് ആവശ്യമായി വരുന്നത്? ബിൽ എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് ആ കാര്യം ഡ്രോയി അറിയണമെന്നില്ല. ഡ്രോയിയുടെ ബുക്കിൽ പ്രത്യേകം ജേർണൽ എൻട്രീസ് ഒന്നും തന്നെ എഴുതേണ്ടതില്ല. എന്നാൽ ഡ്യൂ ഡേറ്റിൽ ബില്ലിന്റെ പണം നൽകുന്നതിന്റെ എൻട്രി മാത്രമാണ് ഇവിടെ എഴുതേണ്ടത്. പണം ആർക്ക് കൊടുത്താലും അവിടെ ബില്ല് ക്യാൻസൽ ചെയ്തുകൊണ്ട് പണം നൽകുന്നതായിട്ട് രേഖപ്പെടുത്തുന്നു. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. Anil sold goods for rupees 20,000 to Sugata on credit on March 1, 2020. Anil drew a bill of exchange upon her for 2 months. She accepted the bill and returned it to Anil. On March 10, 2020, Anil endorsed the bill to Ajit in full settlement of rupees 20,500.
സുഗത മെറ്റ് ഹെർ അക്സെപ്റ്റൻസ് ഓൺ മച്യൂരിറ്റി. തന്നിരിക്കുന്ന കേസിൽ അനിലാണ് ഡ്രോയർ, സുഗത ഡ്രോയിയാണ്. 20,000 ബില്ല് മാർച്ച് 1, 2020 തയ്യാറാക്കുന്നു. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അനിലിന് തിരികെ നൽകുന്നു. തുടർന്ന് മാർച്ച് 10 അനിൽ, ഡ്രോയറായിട്ടുള്ള അനിൽ തന്റെ ക്രെഡിറ്ററായിട്ടുള്ള അജിത്തിന് ഫുൾ സെറ്റിൽമെന്റ് 20,000 ബില്ല് നൽകുകയാണ്. 20,500 ബാധ്യതയുണ്ടായിരുന്നത്. അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി 20,000 ബില്ലാണ് നൽകുന്നത്. ആ 500 രൂപ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. സുഗത മെറ്റ് ഹെർ അക്സെപ്റ്റൻസ് ഓൺ മച്യൂരിറ്റി. ഇവിടെ അനിലാണ് ഡ്രോയർ. ഡ്രോയറുടെ ജേണൽ എന്തൊക്കെ ജേണൽ എൻട്രീസ് ഇതിനൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന് 3/2020 ക്രെഡിറ്റ് സെയിൽസ് നടത്തേണ്ട എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. സുഗതാസ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് 20,000. അതേ ഡേറ്റിൽ തന്നെ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കിട്ടുന്നു. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു സുഗതാസ് അക്കൗണ്ട് 20,000. 10/3/2020 ഈ ബില്ല് എൻഡോസ് ചെയ്ത് കൊടുക്കുന്നു. അജിത്ത് എന്ന് പറയുന്ന ആൾക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അജിത്തിന്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. At the same time, there is discount received of ₹500. So the journal entry will be Ajit's account debtor 20,500 to bills receivable account 20,000 to discount received account 500. ഡ്രോയുടെ ബുക്കിൽ എഴുതേണ്ട ജേണൽ എൻട്രീസിലേക്ക് ശ്രദ്ധിക്കുക. 1 സാധനങ്ങൾ കടത്തിൽ വാങ്ങുന്നു അനിലിന്റെ കയ്യിൽ നിന്നും. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റ് ടു അനിൽസ് അക്കൗണ്ട്. ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. 1 തന്നെ അനിൽസ് അക്കൗണ്ട് ഡെറ്റ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് 20,000. 4/5/2020 ഡ്യൂ ഡേറ്റ്. ബില്ലിന്റെ പണം നൽകുന്നത്. സോ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡ്യൂ ഡേറ്റിൽ എഴുതേണ്ട ജേണൽ എൻട്രിയാണ്. ബിൽ സെൻഡ് ഫോർ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസിലേക്ക് കിടക്കാം. ഡിസ്കൗണ്ടിൽ നിന്നും വിഭിന്നമായി ബിൽ കളക്ഷന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് ബാങ്കിന്റെ കൈവശം സൂക്ഷിക്കാൻ വേണ്ടി നൽകുന്നതാണ്. ഡ്യൂ ഡേറ്റിൽ ബാങ്ക് അത് ഡ്രോയിയുടെ അടുത്ത് പ്രസന്റ് ചെയ്ത് എമൗണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ കളക്ഷൻ വേണ്ടി ബില്ല് കൊടുക്കുകയാണെങ്കിൽ ഡ്രോയറുടെ ബുക്കിൽ കളക്ഷൻ വേണ്ടി നൽകുന്ന സമയത്ത് എഴുതേണ്ട ജേണൽ എൻട്രി ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ടെമ്പററി അക്കൗണ്ട് ആണ്. കളക്ഷന് വേണ്ടി ബാങ്കിലേക്ക് ബില്ലുകൾ ഏൽപ്പിച്ചതിനാൽ ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ബില്ല് ബാങ്കിലേക്ക് നൽകിയതുകൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ബില്ല് കളക്ഷൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ എഴുതേണ്ട ജേണൽ എൻട്രി ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഡ്യൂ ഡേറ്റിൽ എഴുതേണ്ട ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട്. ബാങ്കിലേക്ക് പണം വരികയും ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് മച്യൂരിറ്റി ഡേറ്റിൽ എഴുതുന്നത്. ഡ്രോയുടെ ബുക്കിലുള്ള എൻട്രീസ് ശ്രദ്ധിക്കുക. കളക്ഷൻ വേണ്ടി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ഒന്നും തന്നെ ഡ്രോയി തന്റെ ബുക്കിൽ എഴുതേണ്ടതില്ല. മച്യൂരിറ്റി ഡേറ്റിൽ സാധാരണ പോലെ തന്നെ അദ്ദേഹം ജേണൽ എൻട്രി എഴുതുന്നു ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ബില്ലുകളുടെ ഡിസോണറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. When payment is not made by acceptor of the bill on its due date, it is known as dishonor of bill. ഡ്യൂ ഡേറ്റിൽ ബില്ലിന്റെ അക്സെപ്റ്റർ അല്ലെങ്കിൽ ഡ്രോയി പണം നൽകുന്നില്ലെങ്കിൽ ബില്ല് ഡിസോണർ ആയി എന്നാണ് പറയുക. On dishonor of a bill, when this fact is brought to the notice of notary public,
ഇറ്റ് ഈസ് നെയ്മഡ് ആസ് നോട്ടിംഗ് ഓഫ് ബിൽ. ബില്ല് ഡിസോണറായ വിവരം നോട്ടറി പബ്ലിക് എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥൻ, ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും സാധാരണത്തിൽ നോട്ടറി പബ്ലിക്. ആ നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് കൊണ്ടുപോയി ബില്ല് ഡിസോണറായ കാര്യം അദ്ദേഹത്തിന്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾക്കാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി ഒരു നിശ്ചിത ഫീസ് നോട്ടറി പബ്ലിക് ഈടാക്കുന്നുണ്ട്. അതിനാണ് നോട്ടിംഗ് ചാർജസ് എന്ന് പറയുന്നത്. നോട്ടിംഗ് ചാർജസ് ഈസ് ദ ഫീ പെയ്ഡ് ടു ദ നോട്ടറി പബ്ലിക് ഫോർ നോട്ടിംഗ് ഓഫ് ഡിസോണർ ഓഫ് എ ബിൽ. The holder of the bill should also send notice of dishonor to the previous endorsers including the drawer. ബില്ല് ഡിസോണർ ആകുന്ന സമയത്ത് നോട്ടിങ്ങിന് പുറമെ ഒരു നോട്ടീസ് ഓഫ് ഡിസോണർ പ്രീവിയസ് എൻഡോസേഴ്സിനും ഡ്രോയർ അടക്കമുള്ള എല്ലാവർക്കും നൽകേണ്ടതും അനിവാര്യതയാണ്. ബില്ല് ഡിസോണറുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ് ഏതൊക്കെയാണ്? ഡ്രോയറുടെ ബുക്കിൽ ബില്ല് ഡിസോണർ ആകുന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ എഴുതേണ്ട ജേർണൽ എൻട്രീസ് ശ്രദ്ധിക്കുക. ഡ്രോയറുടെ കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ബില്ല് ഡിസോണർ ആകുകയാണെങ്കിൽ അവിടെ എഴുതേണ്ട ജേർണൽ എൻട്രി ഡ്രോയീസ് അക്കൗണ്ട് അറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഡ്രോയി വീണ്ടും ഡെപ്റ്ററായി മാറുന്നു, കാരണം ബില്ലിന്റെ പണം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഡ്രോയി വീണ്ടും ഡെപ്റ്ററായി മാറുന്നു. അതുകൊണ്ടാണ് ബില്ല് ഡിസോണർ സമയത്ത് ഡ്രോയിയുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും ബില്ല് ക്യാൻസൽ ചെയ്തുകൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഡിസ്കൗണ്ട് ചെയ്ത ബില്ലാണ് ഡിസോണർ ആകുന്നതെങ്കിൽ എൻട്രിയിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. ഡ്രോയീസ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. കാരണം ബില്ല് മുൻകൂട്ടി ബാങ്കിൽ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഡ്രോയി പണം തരാനുള്ളത് കൊണ്ട് ഡ്രോയിയുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും ഈ തുക ബാങ്കിൽ നൽകേണ്ടതായതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എൻഡോസ് ചെയ്തൊരു ബില്ലാണ് ഡിസോണർ ആകുന്നതെങ്കിൽ എൻട്രിയിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. ഡ്രോയീസ് അക്കൗണ്ട് അറ്റഡ് ടു എൻഡോഴ്സീസ് അക്കൗണ്ട്. ഡ്രോയി പണം തരാനുണ്ടെന്നും എൻഡോഴ്സിക്ക് പണം നൽകാനുണ്ടെന്നുമാണ് ഈ എൻട്രിയിലൂടെ സൂചിപ്പിക്കുന്നത്. ഡ്രോയീസ് അക്കൗണ്ട് അറ്റഡ് ടു എൻഡോഴ്സീസ് അക്കൗണ്ട് എന്നുള്ള ജേർണൽ എൻട്രി. ഡിസോണറിന്റെ വ്യത്യസ്ത സാഹചര്യങ്ങൾ ഡ്രോയറുടെ ബുക്കിൽ എഴുതേണ്ട എൻട്രീസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ഡ്രോയിയുടെ ബുക്കിൽ എന്തൊക്കെ ജേർണൽ എൻട്രീസ് ആണ് വേണ്ടി വരിക? നോട്ടിംഗ് ചാർജ് ഉൾപ്പെടാത്ത സാഹചര്യങ്ങളിൽ ഡ്രോയിയുടെ ബുക്കിൽ ഡിസോണറിന്റെ ജേർണൽ എൻട്രി എഴുതേണ്ടത് ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റഡ് ടു ഡ്രോയേഴ്സ് അക്കൗണ്ട് എന്നാണ്. ബിൽസ് പേയബിൾ ക്യാൻസൽ ചെയ്യുന്നു, ദെൻ ഡ്രോയർ വീണ്ടും ക്രെഡിറ്ററായി മാറുന്നു. നോട്ടിംഗ് ചാർജ് ഉൾപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളിൽ ഡ്രോയിയുടെ ബുക്കിൽ ഡിസോണറിന്റെ എൻട്രിയിൽ ചെറിയ മാറ്റം വരുന്നു. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ, നോട്ടിംഗ് ചാർജസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡ്രോയേഴ്സ് അക്കൗണ്ട്. ബിൽസ് പേയബിൾ ക്യാൻസൽ ചെയ്യുന്നു. നോട്ടിംഗ് ചാർജ് ഡ്രോയെ സംബന്ധിച്ചൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നോട്ടിംഗ് ചാർജിനെ ഡെബിറ്റ് ചെയ്യുകയും ഡ്രോയറുടെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, കാരണം ഡ്രോയർ വീണ്ടും ക്രെഡിറ്ററായി മാറുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് ശ്രദ്ധിക്കാം. ഗിനീഷ് സോൾഡ് ഗുഡ്സ് ഫോർ ₹35,000 ടു സരീഷ്. ഗിനീഷ് എന്ന് പറയുന്ന സെല്ലർ സരീഷ് എന്ന് പറയുന്ന ബയർക്ക് സാധനങ്ങൾ കടത്തിൽ വിൽക്കുന്നു. ഗിനീഷ് അവിടെ ഡ്രോയറായി 3 മാസ കാലാവധിയുള്ള ബില്ല് അതേ ഡേറ്റിൽ തയ്യാറാക്കി സരീഷ് എന്ന് പറയുന്ന ഡ്രോയി അത് സൈൻ ചെയ്ത് തിരികെ നൽകുന്നു. ഡ്യൂ ഡേറ്റ് വരെ അത് ഗിനീഷ് കീപ്പ് ചെയ്യുന്നെങ്കിലും ഡ്യൂ ഡേറ്റിൽ പണം ലഭിക്കുന്നില്ല. ബില്ല് ഡിസോണർ ആകുന്ന സാഹചര്യമാണ് തന്നിരിക്കുന്നത്. ഗിനീഷിന്റെയും സരീഷിന്റെയും ബുക്കിൽ ആവശ്യമുള്ള ജേർണൽ എൻട്രീസ് എഴുതാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ഡ്രോയർ ആയിട്ടുള്ള ഗിനീഷിന്റെ ബുക്കിലുള്ള ജേർണൽ എൻട്രീസ് ആണ് ആദ്യം ശ്രദ്ധിക്കുക. കടത്തിൽ സാധനങ്ങൾ വിൽക്കുന്നതിന്റെ ജേർണൽ എൻട്രി ആണ് സരീഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് 35,000. ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിരിക്കുന്നു. അതേ ഡേറ്റിൽ തന്നെ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കിട്ടുന്നു. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു സരീഷ് അക്കൗണ്ട് 35,000. ബില്ല് അക്സെപ്റ്റ് ചെയ്ത് ലഭിക്കുന്നു. നാല് 6/2020 അതായത് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ ബില്ല് ഡിസോണർ ആകുന്നു. ബില്ല് ഡിസോണർ ആയതുകൊണ്ട്
സരീഷിന്റെ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുകയും ബിൽസ് റിസീവബിൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നു. സോ ഡിസോണറിന്റെ ജേണൽ എൻട്രി സരീഷ് അക്കൗണ്ട് ഡേറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഡ്രോ ചെയ്യാനുള്ള സരീഷിന്റെ ജേണലിൽ എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ് എഴുതേണ്ടത്? ആദ്യമായി ക്രെഡിറ്റ് പർച്ചേസിന്റെ ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത്. രണ്ടാമതായിട്ട് ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഗിനീഷ് അക്കൗണ്ട് ഡേറ്റഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് 35,000. ദെൻ ഡ്യൂ ഡേറ്റിൽ ബില്ല് ഡിസോണർ ആകുന്നു. 4/6/2020 മച്യൂരിറ്റി ഡേറ്റ്. ഡിസോണറിന്റെ ജേണൽ എൻട്രി ശ്രദ്ധിക്കുക. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡേറ്റഡ് ടു ഗിനീഷ് അക്കൗണ്ട്. ബിൽസ് പേയബിൾ ക്യാൻസൽ ചെയ്യുന്നു. ഗിനീഷ് വീണ്ടും ക്രെഡിറ്റർ ആയിട്ട് മാറുന്നു. ആൾക്ക് പണം നൽകാനുണ്ട്. നോട്ടിംഗ് ചാർജ് വരുന്ന ഒരു ഉദാഹരണം കൂടി നമുക്ക് പരിശോധിക്കാം. റോയി സോൾഡ് ഗുഡ്സ് ഫോർ ₹25,000 to Ashok on credit on January 1, 2020. Roy drew a bill of exchange upon him for 2 months. He accepted the bill and returned it to Roy. But on the due date, the bill was dishonored and paid ₹500 as noting charges. ഇവിടെ റോയ് 25,000 രൂപയുടെ സാധനങ്ങൾ കടത്തിൽ അശോകിന് വിറ്റതാണ്. അതേ ഡേറ്റിൽ തന്നെ ബില്ല് ഡ്രോ ചെയ്ത് അശോക് അക്സെപ്റ്റ് ചെയ്ത് തിരികെ നൽകുന്നു. 2 മാസ കാലാവധിയുള്ള ബില്ലായിരുന്നു. എന്നാൽ ഡ്യൂ ഡേറ്റിൽ ബില്ല് ഡിസോണർ ആകുകയും ₹500 റോയിക്ക് നോട്ടിംഗ് ചാർജ് ആയിട്ട് നൽകേണ്ടിയും വരുന്നു. ₹500 നോട്ടിംഗ് ചാർജ് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. റെക്കോർഡ് ദ നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് റോയി ആൻഡ് അശോക്. ഡ്രോയുടെയും ബുക്കുകളിൽ ആവശ്യമുള്ള ജേണൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. റോയിയായി ആണ് ഇവിടെ ഡ്രോയർ. ജേണലിലെ എൻട്രീസ് ഒന്ന് ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിരിക്കുന്ന ജേണൽ എൻട്രി അശോക്സ് അക്കൗണ്ട് ഡേറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് 25,000. ബിൽ അക്സെപ്റ്റ് ചെയ്ത് കിട്ടുന്നു. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡേറ്റഡ് ടു അശോക്സ് അക്കൗണ്ട് 25,000. എന്നാൽ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ ബില്ല് ഡിസോണർ ആകുന്നു. 4/4/2020 ബില്ല് ഡിസോണർ ആകുന്ന സമയത്ത് അശോക്സ് അക്കൗണ്ട് ഡെറ്റർ അശോകൻ 25,500 നൽകണം. 25,000 ബില്ലിന്റെ തുകയും ₹500 നോട്ടിംഗ് ചാർജും അടക്കം 25,500 അശോകൻ നൽകേണ്ടതുണ്ട്. ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് 25,000. ടു ക്യാഷ് അക്കൗണ്ട് 500. ₹500 നോട്ടിംഗ് ചാർജ് അടച്ചതാണ്. ആ ക്യാഷ് പേയ്മെന്റിനെയാണ് ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ബിൽ ഡിസോണർഡ് ആൻഡ് നോട്ടിംഗ് ചാർജസ് പെയ്ഡ് ഇസ് ദ നരേഷൻ. അശോകന്റെ ബുക്കിൽ, അതായത് ഡ്രോയിയുടെ ബുക്കിൽ എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ് എഴുതേണ്ടി വരിക? സാധനങ്ങൾ കടത്തിൽ വാങ്ങുന്നു. പർച്ചേസസ് അക്കൗണ്ട് ഡേറ്റഡ് ടു റോയിസ് അക്കൗണ്ട് 25,000. ബിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. റോയിസ് അക്കൗണ്ട് ഡേറ്റഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് 25,000. ബില്ലിന്റെ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ, അതായത് 4/4/2020 ബിൽസ് പേയബിൾ ക്യാൻസൽ ചെയ്യുന്നു. നോട്ടിംഗ് ചാർജസ് കണക്കിലെടുക്കുന്നു. ₹500 നോട്ടിംഗ് ചാർജസ് ഡ്രോയിയുടെ ചെലവാണ്. അതുകൊണ്ട് ഡ്രോയി തന്റെ ബുക്കിൽ അത് ഡെബിറ്റ് ചെയ്യുന്നു ടു റോയിസ് അക്കൗണ്ട്. റോയിക്ക് പൈസ 25,500 കൊടുക്കാനുള്ളതാണ്. സോ ദ നരേഷൻ ഈസ് ബിൽ ഡിസോണേർഡ് ആൻഡ് നോട്ടിംഗ് ചാർജസ് ഇൻക്ലൂഡ്. നോട്ടിംഗ് ചാർജ് ഇവിടെ ഡ്രോയിയുടെ ചെലവാണ്. അതുകൊണ്ടാണ് നോട്ടിംഗ് ചാർജസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. Thank you all.